ഹലോ എവ്രി വൺ, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതും അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നതും വൺ പ്ലസിന്റെ ഏറ്റവും വില കുറഞ്ഞ ഡിവൈസാണ്. അതായത് 20,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏക വൺ പ്ലസ് ഡിവൈസാണ് വൺ പ്ലസ് നോട്ട് C6 ലൈറ്റ്. അപ്പോൾ ഈ ലൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഉണ്ടായില്ല. അതായത് വൺ പ്ലസ് നോട്ട് C5 ലൈറ്റ് ഉണ്ടായിരുന്നില്ല, C4 ലൈറ്റ് ഉണ്ടായിരുന്നു, C3 ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലൈറ്റ് വേർഷൻ വരുന്നത്. അപ്പോൾ വൺ പ്ലസ് നോട്ട് C6 ലൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വിലയൊക്കെ ഞാൻ വിശദമായി പറയാം. 2 വേരിയൻ്റ് ആണ് അവൈലബിൾ ആവുന്നത്. 6/128, 8/256 വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ 2 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഇത് വിവിഡ് മിൻറ്റ് കളറാണ്, ലൈറ്റ് ഗ്രീനിഷ് കളറാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് കളറും ഉണ്ട്. അപ്പോൾ വൺ പ്ലസ് നോട്ട് C6 ലൈറ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. വൺ പ്ലസ് നോട്ട് C6 ലൈറ്റ് എഴുതി ചെയ്യണം. സൈഡിൽ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. മീഡിയടെക്കിൻ്റെ ഡിമെൻസിറ്റി 7400 എപെക്സ് ചിപ്പാണ്. 7000 mAh ബാറ്ററി ഉണ്ട്. 144 Hz 1000 nits ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. 50 MP ക്യാമറയാണ് വരുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന കളറ് വിവിഡ് മിൻറ്റ് എന്നാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളറും കൂടി ഉണ്ട്. 8/128, 8/256 ഇങ്ങനെ 2 വേരിയൻസ് ആണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ ബോക്സാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഒബ്വിയസ്ലി കേസ് ആൻഡ് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ അതല്ലേ, മാനുവലാണ്. പിന്നെ ഒരു TPU കേസാണ്. സൈഡ് ഫ്രോസ്റ്റഡ് ഫിനിഷാണ്, എന്നാൽ ബാക്ക് ക്ലിയർ കേസാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിവൈസാണ്. അതുകൂടാതെ നമുക്ക് ഒരു 45 വോട്ടിൻ്റെ അഡാപ്റ്ററാണ്, സൂപ്പർ ഹൂക്ക് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് 80 വോട്ടില്ല, 45 വോട്ടാണ് വരുന്നത്. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളും ഒരു സിം ഇജക്റ്റർ പിന്നുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് വൺ പ്ലസ് നോട്ട് C6 ലൈറ്റ്. അപ്പോൾ എഗെയിൻ ഇതൊരു ഗ്രീനിഷ് കളറാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ക്യാമറ ലേഔട്ട് കാണാം. പ്രൈമറി 50+ 2 MP ഡെപ്ത് സെൻസറാണ്. ഇവിടെ ഒരു LED ഫ്ലാഷ് കാണാം. ഇവിടെ നമുക്ക് വൺ പ്ലസിൻ്റെ ലോഗോ കാണാം. എഗെയിൻ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. എന്നാൽ ലുക്സ് ഒക്കെ കുഴപ്പമില്ല. ഇതിനകത്ത് എന്താ പറയുക, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ IP65 ആണെന്ന് എൻ്റെ ഓർമ്മ. ഇതിനകത്ത് 69 അങ്ങനെ 69K ഒന്നുമില്ല. എന്നാൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, കാരണം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല റിജിഡാണ് ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ഓവറോൾ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല. ഇതിനകത്ത് അറൗണ്ട് 8.5 mm ആണ് തിക്നെസ് വരുന്നത്. വെയിറ്റ് ആണ് അറൗണ്ട് 208 grams ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിംഗർ പ്രിന്റ് സ്കാനറും വോളിയം ബട്ടണും അതേപോലെ ഹോം പവർ ബട്ടനുമാണ് വരുന്നത്. കാരണം ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ അല്ല, സൈഡ് മോഡൽ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അപ്പോൾ പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. വോളിയം കീസ് കാണാം. ഈ സൈഡിൽ ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. ഡ്യുവൽ സിം കാർഡാണ്. SD കാർഡ് സപ്പോർട്ട് ഇല്ല. അതേപോലെ തന്നെ നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റും ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് LCD ഡിസ്പ്ലേ ആണ് ഇത്തവണ വന്നിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായി ഇത്തവണ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേ ഒന്ന് നോക്കാം. ഡിസ്പ്ലേൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് കേട്ടോ. LCD ഡിസ്പ്ലേ ആണെങ്കിൽ നല്ല റിച്ച് കളേഴ്സ് ഉണ്ട്. 1000 nits ഓഫ് ഹൈ ബ്രൈറ്റ്നസ് മോഡാണ് വരുന്നത്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കളേഴ്സൊക്കെ നല്ലതാണ്. എന്നാൽ ഒബ്വിയസ്ലി ആമോലെഡ് അല്ല, അത് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും അതിൻ്റെ. പക്ഷേ എന്നാലും ഡിസ്പ്ലേ ക്വാളിറ്റി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആമോലെഡ് അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇപ്പം കോസ്റ്റ്, ഇതിനു മുമ്പൊക്കെ ആമോലെഡ് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 2026 എല്ലാ ഫോണിൻ്റെയും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 20,000 രൂപയ്ക്ക് താഴെ വരുത്തുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രോസസ്സർ ഡെഫിനറ്റ്ലി നല്ലതാണ്. അതുകൊണ്ട് ഡിസ്പ്ലേയിലാണ് കോംപ്രമൈസ് വന്നിട്ടുള്ളത്. ആമോലെഡ് അല്ല, IPS LCD ആണ്. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറ കാണാം. താഴത്തെ ബെസൽസും ഡെഫിനറ്റ്ലി ഓൺ ലാർജസ്റ്റ് സൈഡാണെന്ന് പറയാം. എന്നാലും ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ കുഴപ്പമില്ല. എന്നാൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ചില ഫോൺസിന് ആമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആമോലെഡ് ഇല്ല. എന്നാലും ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഏറെക്കുറെ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബെസൽസ് താഴത്തെ അധികമാണ്, എന്നാൽ മുകളിലും സൈഡിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ബെസൽസ് ആണ്. ടച്ച് റെസ്പോൺസും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഒബ്വിയസ്ലി വൺ പ്ലസിൻ്റെ ഡിവൈസ് ആയിട്ട് OxygenOS ആണ് വരുന്നത്. OxygenOS 16 ആണ് വരുന്നത്. നമുക്കിവിടെ എബൌട്ട് ഡിവൈസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പ്രോസസറിൻ്റെ കാര്യം പറയാം, മീഡിയടെക് ഡിമെൻസിറ്റി 7400 ചെയ്യണം. 7000 mAh ബാറ്ററി, 8 MP ഫ്രണ്ട് ക്യാമറ, 50+2 MP റിയർ ക്യാമറ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ചെയ്യണം.
പിന്നെ AI ടൂൾസും അത്യാവശ്യമുണ്ട്. AI റൈറ്റർ, AI ട്രാൻസ്ലേറ്റ്, AI വോയിസ് സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഓവറോൾ UI എക്സ്പീരിയൻസ് നല്ലതാണ്. നമുക്ക് എല്ലാ OnePlus ഡിവൈസിലും കാണുന്ന പോലെയൊക്കെ തന്നെയാണ് വരുന്നത്. വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഓവറോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. സ്മൂത്ത് ആണ്. ആനിമേഷൻസ് ഒക്കെ വളരെ നല്ല. പിന്നെ ബ്ലോട്ട് വേസും വളരെ ലിമിറ്റഡ് ബ്ലോട്ട് വേസ് ഉള്ളൂ. ബ്ലോട്ട് വേസ് ഇല്ല എന്ന് പറയുന്നില്ല, കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റാൾഡ് ആണ്, അതേപോലെ നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ 3-4 ആപ്സ് പ്രീ ഇൻസ്റ്റാൾഡ് ആണ്. എന്നാലും ഓവറോൾ നല്ലൊരു ക്ലീൻ UI ആണ് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. 2+4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അത് 2 വർഷത്തെ മെയിൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 years ഓഫ് സെക്യൂരിറ്റി പാച്ചസ്, അതായത് ടോട്ടൽ 6 years ആണ് നമുക്ക് കിട്ടുന്നത് അപ്ഡേറ്റ് സൈക്കിൾ. അപ്പോൾ ഇതായിരുന്നു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയാം. അടുത്തത് ഇതിന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസിന്റെ കാര്യം വരുമ്പോൾ OnePlus Nord CE6 ലൈറ്റിൽ വരുന്ന Dimensity 7400 എപെക്സ് ചിപ്പാണ്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി നല്ലൊരു ചിപ്പാണ്, പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ചിപ്പാണ്. അറൗണ്ട് ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മില്യന്റെ മുകളിലൊക്കെ വരും, ഏതാണ്ട് 1 to 1.1 മില്യനൊക്കെ അടുത്ത് വരുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ Dimensity 7400 എപെക്സ് നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ചിപ്പാണ്, പ്രത്യേകിച്ച് 20,000 താഴെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ UFS 3.1 സ്റ്റോറേജും ഉണ്ട്, അതും നല്ലൊരു ഡെഫിനറ്റ്ലി വെൽക്കം മൂവാന്ന് പറയാം. കാരണം ഇപ്പോൾ ഒരുപാട് ഫോൺസ് ഒക്കെ UFS 2.2ലേക്ക് പോവാണ്. കാരണം എന്താ വെച്ചാൽ പ്രൈസ് റൈസ് വന്ന കാരണം. പക്ഷേ എന്നാൽ ഇതിൽ നമുക്ക് UFS 3.1 ഉണ്ട് എന്നുള്ളത് നല്ലൊരു ആസ്പെക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇല്ല. ഇത് IPS LCD ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഡ്യുവൽ സ്പീക്കേഴ്സും ഉണ്ട്, അതും ഡെഫിനറ്റ്ലി നല്ലതാണ്. കാരണം ചില ഫോൺസ് ഒക്കെ കോംപ്രമൈസ് ചെയ്ത് സിംഗിൾ സ്പീക്കർ വരുന്നത്, ഇവിടെ ഡ്യുവൽ സ്പീക്കേഴ്സും അവൈലബിൾ ആണ്, അതും നല്ല ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാനില്ല. അത്യാവശ്യം ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട നല്ല ഒരു ചിപ്പും അതേപോലെ UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്യാമറയിലോട്ട് പോകാം. ക്യാമറേൻ്റെ കാര്യം പറയുമ്പോൾ 50 മെഗാപിക്സൽ ഓംനിവിഷൻ സെൻസറാണ്, ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും ഒരു 8 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. അൾട്രാവൈഡ് ഇല്ല, വളരെ ബേസിക് ക്യാമറ സെറ്റപ്പാണ്. റിയർ ക്യാമറയിൽ നമുക്ക് 4K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K റെക്കോർഡിംഗ് ഇല്ല, 1080p റെസൊല്യൂഷനാണ്, മാക്സിമം സപ്പോർട്ട് 1080p 30 FPS ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒബ്വിയസ്ലി കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇതെല്ലാം OnePlus Nord CE6 ലൈറ്റിൻ്റെ അടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ക്വാളിറ്റി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളേഴ്സും റിച്ച് ടോൺസ് ഒക്കെ തന്നെയാണ് വരുന്നത്. വലിയ കോംപ്രമൈസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ അൾട്രാവൈഡ് ഇല്ല എന്നുള്ളൊരു കോംപ്രമൈസ് ഉണ്ട്. അതിപ്പോൾ എല്ലാ 20,000 താഴെയുള്ള ഫോണിനും അൾട്രാവൈഡ് ഉണ്ടാവാറില്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ക്യാമറയെന്ന് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7000 mAh ബാറ്ററി, 45 watt ചാർജിങ് ആണ്. അപ്പോൾ എഗെയിൻ ബഡ്ജറ്റ് ഫോണിന് 7000 mAh ഡെഫിനറ്റ്ലി നല്ല ആക്സെപ്റ്റബിൾ ആണ്. ഇപ്പോൾ OnePlus അവരെല്ലാ ഫോണിലും തന്നെ 7000, 8000, 9000 ഒക്കെയാണ് ബാറ്ററി കൊടുക്കുന്നത്. അപ്പോൾ അതിലും ബഡ്ജറ്റ് സെഗ്മെന്റ് ആണെങ്കിൽ പോലും വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. 7000 mAh ബാറ്ററിയുടെ 45 watt ചാർജിങ് നമുക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലൊരു എനിക്ക് തോന്നുന്നു 1-1.5 മണിക്കൂർ കൊണ്ട് ഒക്കെ ഫുൾ ചാർജ് ആവേണ്ടതാണ് 7000 mAh 45 watt. അപ്പോൾ അതും കുഴപ്പമില്ലാത്ത ഒരു ബാറ്ററി എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അഗെയിൻ LCD ഡിസ്പ്ലേയും എന്താ പറയുക അത്ര ഒരു പവർഫുൾ ചിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓൾമോസ്റ്റ് 2 days അല്ലെങ്കിൽ 1.5 days ഒക്കെ ഈസിലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഡീറ്റെയിൽസ് വിശദമായി പിന്നീട് പറയാം. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE6 ലൈറ്റിൻ്റെ അൺബോക്സിങ് ഫസ്റ്റ് ഇംപ്രഷനും. ഓവറോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൈസ് സെഗ്മെന്റിൽ നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഏക ഒരു പോരായ്മ എന്ന് വെച്ചാൽ IPS LCD പാനലേ ഉള്ളൂ എന്നുള്ളതാണ്. അത് AMOLED അല്ല. ബാക്കി എല്ലാം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്യാമറാസ് ആണെങ്കിൽ കുഴപ്പമില്ല, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം, പെർഫോമൻസും സ്പീക്കേഴ്സും കൊള്ളാം, അതേപോലെ ബാറ്ററി ലൈഫും നല്ലതാണ്, ഡിസൈനും കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓവറോൾ നല്ലൊരു പാക്കേജ് ആണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ പ്രൈസും കാണാൻ സാധിക്കും. നിങ്ങൾക്ക് 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 6 128ഉം 8 128ഉം ആണ് വരുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ എന്താ പറയുക OnePlusൻ്റെ വെബ്സൈറ്റിലോ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ ഒരു വിലയ്ക്ക് വേർത്ത് ആണോ ഇല്ലേ എന്നുള്ളത്? എനിക്ക് തോന്നുന്നു നല്ലൊരു വേർത്തി ഡിവൈസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില കോംപ്രമൈസസ് ഉണ്ട്, എന്നാലും ഏറെക്കുറെ വേർത്തി ഡിവൈസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.